ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ടേസ്റ്റി പ്ലം കേക്കാണ് കേട്ടോ. ആൽമണ്ട് പ്ലം കേക്ക്. നമ്മൾ സാധാ പ്ലം കേക്ക് ചെയ്യണത് മൈദയൊക്കെ വെച്ചിട്ടല്ലേ പ്ലം കേക്ക് ചെയ്യുന്നത്. ഇത് ആൽമണ്ട് പൗഡർ വെച്ചിട്ടാണ് ഈ ഒരു പ്ലം കേക്ക് ചെയ്തിരിക്കുന്നത്. ആൽമണ്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആൽമണ്ട് പൗഡർ വെച്ചിട്ടുള്ള ഈ കേക്ക് ആകുമ്പോഴോ സൂപ്പറാണ്, ടേസ്റ്റിയാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്നൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് 1.5 കപ്പ് ആൽമണ്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മൈദയെ പോലെ നല്ല നൈസായിരിക്കില്ലേ ഈ പൗഡർ, കുറച്ച് തരി തരിയായിരിക്കും. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കട്ടായിപ്പോയി. ഒന്നും കൂടി പറയാം, 1.5 കപ്പ് ആൽമണ്ട് പൗഡർ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഈ ആൽമണ്ട് പൗഡറിന് തന്നെ 120 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല റേറ്റൊക്കെ വരും ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡേക്കൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമല്ലോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനായിട്ട് നമുക്ക് എടുക്കാം. ഞാൻ ഇവിടെ ഉണക്കമുന്തിരി, അതുപോലെ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ചെറി, ഡേറ്റ്സ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ. സ്ട്രോബെറി, പ്ലം, അങ്ങനെ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ ചേർത്താം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവനുസരിച്ചിരിക്കും നമുക്ക് മൈദയുടെ അളവ് കൂട്ടേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ആ ഒരു മിക്സ് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ മുട്ടയൊക്കെ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലായിരിക്കണം എടുക്കുക. അതെല്ലാ കേക്കിനും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ എഗ്ഗിൻ്റെ യെല്ലോ കളറൊക്കെ മാറി വൈറ്റ് കളർ ആവുന്നത് വരെ നമുക്കിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ തന്നെ വാനില എസൻസ് ബീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല. കാരണം മുട്ടയുടെ സ്മെല്ലൊന്നും കൂടി പോകണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ കൂടുതൽ ടൈം ബീറ്റ് ചെയ്യുമ്പോൾ മുട്ടയുടെ മണക്കം അങ്ങനെ പൊയ്ക്കോളും. പിന്നെ അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് റം എസൻസും അതുപോലെ ഓറഞ്ച് എസൻസുമാണ്. അപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ റം എസൻസും 2-3 തുള്ളി ഓറഞ്ച് എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റം എസൻസ് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഒരു കാരണവശാലും കൂടാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് എന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഓറഞ്ച് എസൻസ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് ഓപ്ഷണലാണ്. ഓറഞ്ച് എസൻസിൻ്റെ പകരം പൈനാപ്പിൾ എസൻസ് ഒഴിക്കുന്നുണ്ട്, ഗ്രേപ്പ് എസൻസ്, അങ്ങനെ ഏതായാലും കുഴപ്പമില്ല. പക്ഷേ അത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാരമലും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പ്ലം കേക്കിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ടായാലും ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ റെഡിമെയ്ഡ്. ഞാൻ ഇവിടെ റെഡിമെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കാരമലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മിക്സിന് നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അതിനുശേഷം ആൽമണ്ട് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലൊക്കെ തടവി കൊടുത്തിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ഈ മിക്സിനെ മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 35 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കേക്കിന് അധികം ടൈമൊന്നും വേണ്ട, 35 മിനിറ്റ് ടു 40 മിനിറ്റിനുള്ളിൽ നമ്മുടെ കേക്ക് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്കുകളുടെ രാജാവായ ആൽമണ്ട് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല കളറും നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ നമ്മുടെ പ്ലം കേക്കിൻ്റെ അത്ര ഹാർഡായിരിക്കില്ല ഈ ഒരു പ്ലം കേക്ക്, നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.